നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 18-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 2-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല. ഇന്നത്തെ ദിവസം ഗുരുവിൻ്റെ ദിവസമാണ്. വ്യാഴാഴ്ച വളരെ ഐശ്വര്യപ്രദമായ ദിവസമാണ് ഒക്കെയാണ്. പക്ഷെ ഇന്നത്തെ നക്ഷത്രം അനുകൂലപ്രദമല്ല. കാരണം ശരിക്ക് വ്യാഴാഴ്ച അനുകൂലപ്രദമാണെങ്കിൽ പോലും നക്ഷത്രം അനുകൂലപ്രദമല്ല. ആയില്യം നക്ഷത്രം ശുഭനക്ഷത്രമല്ല. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല. പക്ഷേ കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമാണ് നിങ്ങൾക്ക്. കാരണം വ്യാഴാഴ്ച കിട്ടിയിരിക്കുകയാണ്, മഹാഗുരുവിൻ്റെ ദിവസം കിട്ടിയിരിക്കുകയാണ്. വ്യാഴം എന്ന് പറയുമ്പോൾ ധനകാരകനാണ്, ഐശ്വര്യകാരകനാണ്, ഗുരുത്വത്തിൻ്റെ കാരകത്വം വഹിച്ച ഗ്രഹമാണ്. ഇപ്പോൾ വ്യാഴം എല്ലാം തരും. ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷമുണ്ടെങ്കിലും വ്യാഴം മാറ്റിത്തരും. ഐശ്വര്യപ്രദമായ അവസ്ഥയെ പ്രദാനം ചെയ്തു തരും. അത്രയ്ക്ക് പുരോഗതിയെ കൊടുക്കുന്ന കാലഘട്ടമാണ് വ്യാഴത്തിൻ്റെ ഈ ദിവസം. അത് സാമ്പത്തിക പുരോഗതി, അപ്രതീക്ഷിത ധനം നിങ്ങൾക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് ചെയ്യുന്ന പുതിയ പുതിയ മാർഗങ്ങളിലൂടെ സമ്പത്ത് വരാം. നമ്മൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് നേട്ടത്തെ തരും. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രതീക്ഷിക്കാതെ ധന നേട്ടം വന്നു ചേരും. അതുകൊണ്ട് ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചുകൊള്ളുക. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് ചില പാടില്ലാത്ത സമയങ്ങൾ, യാത്രയ്ക്ക് മാത്രം പാടില്ലാത്ത സമയമാണ് രാവുകാല സമയം. മറ്റെല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം. യാത്രയ്ക്ക് മാത്രം രാവുകാലം അനുകൂലപ്രദമല്ല. അതുകൊണ്ട് രാവുകാല സമയം നമുക്ക് ശുഭയാത്രയ്ക്ക് എടുക്കരുത്. 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാല സമയം 1:49 തൊട്ടേ ആരംഭിക്കുകയുള്ളൂ. 19 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടേ ആരംഭിക്കുകയുള്ളൂ. ശരിക്ക് 3:19 വരെ ഉണ്ട് താനും. അപ്പോൾ 3 മണിക്ക് രാവുകാലം തീരൂല, 3:19 തീരുള്ളൂ. അതുപോലെ ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യത്തിനും നല്ലതല്ല. ഗുളികൻ്റെ സമയം വരുന്നത് 9:18 തൊട്ട് 10:48 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 6:17 തൊട്ട് 7:48 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ചില കാര്യം ചെയ്തില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. അത് നമുക്ക് അങ്ങനെ വരികയാണെങ്കിൽ ഏതെങ്കിലും കൊള്ളാത്ത സമയം എടുക്കരുത്. നമുക്ക് നല്ല സമയമായ അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കണം. അഭിജിത്ത് മുഹൂർത്തം ഇന്ന് വരുന്നത് 11:55 തൊട്ട് 12:43 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. കാരണം ഒരു പ്രത്യേക കവചം, നമുക്ക് ഒരു പോസിറ്റീവ് കവചം നിൽക്കുന്നത് കൊണ്ട് ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിക്ക് വ്യാഴത്തിൻ്റെ ഗുരുവിൻ്റെ പ്രകാശം നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് മഞ്ഞ വസ്ത്രമോ മഞ്ഞ മിക്സായിട്ടുള്ളതോ അല്ലെങ്കിൽ സ്വർണ്ണ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.